വളരെ സന്തോഷമുള്ള ഒരു ഇരിപ്പാണിത്. വളരെ വേണ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ വേദിയിലും സദസ്സിലുമൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ സൈറനെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പ്രദീപുണ്ട്, രവി സാറുണ്ട്, അങ്ങനെ ഒരുപാട് പരിചയക്കാർ നിരന്നിരിക്കുന്ന വേദി. എനിക്ക് ജയരാജ് സാറുമായിട്ടല്ല ആദ്യം ബന്ധം, ജയരാജ് സാറിൻ്റെ അച്ഛനുമായിട്ടാണ്, നാരായണക്കുറുപ്പ് സാറുമായിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു കാരിക്കേച്ചർ വരയ്ക്കുന്നത് കുറുപ്പ് സാറിൻ്റെയാണ്. രാജീവ് ഗാന്ധി അന്തരിക്കുന്ന ആ വർഷം നടക്കുന്ന ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അച്ഛനും കുറുപ്പ് സാറും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ചേട്ടനെ അനിയനെയും പോലെയായിരുന്നു. എൻ്റെ അച്ഛൻ കള്ളു നോക്കുമ്പോഴത്തേക്ക് രാത്രി ഫോൺ വിളിച്ചിട്ട്, അന്ന് ലാൻഡ് ഫോണിൻ്റെ കാലമാണ്, ലാൻഡ് ഫോണിൽ ഭയങ്കര വഴക്കിടും രണ്ടുപേരും കൂടെ. ഇടയ്ക്ക് വീട്ടിൽ വന്നിട്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ ഒരു വീട്ടിനകത്ത് ഒരു ചേട്ടനും അനിയനും കലഹിക്കുന്നത് പോലെ കലഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു എൻ്റെ അച്ഛനും കുറുപ്പ് സാറും. അപ്പോൾ അങ്ങനെ എന്നെ വീണപൂവ് അന്ന് എനിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ വീട്ടിലൊരു പ്രാവശ്യം വന്നപ്പോൾ വീണപൂവ് കാണാതെ ചൊല്ലി കേൾപ്പിക്കാനായിട്ട് പറയും. അങ്ങനെ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ കുറുപ്പ് സാറുമായിട്ടുണ്ട്. അതിന് ശേഷമാണ് ജയരാജ് സാറിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കുറുപ്പ് സാറിൻ്റെ അറിയാത്തൊരു മുഖത്തെ പറ്റിയിട്ടുള്ള ഒരു സൂചന ആ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കവിതകൾ എഴുതുമായിരുന്നു, സാഹിത്യവുമായി ബന്ധപ്പെട്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം അധ്യാപകനായിരുന്നു, MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നാട്ടുകാർക്കറിയാം. അപ്പോൾ വീട്ടിൽ ഇത്തരത്തിൽ എഴുത്തിൻ്റെ, വായനയുടെ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ആ അന്തരീക്ഷമാണോ എഴുത്തിലേക്ക് നയിച്ചത്? അത്തരം സാഹചര്യങ്ങളെപ്പറ്റി ഒന്ന് വിശദീകരിച്ചാൽ നല്ലതായിരുന്നു. സത്യത്തിൽ വീട്ടിലങ്ങനെ ഒരു അന്തരീക്ഷമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ഒരുപാട് അച്ഛൻ്റെ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ടിപ്പോൾ. ഞാൻ ആകെ അച്ഛൻ്റെ ഒരു സ്വത്തായിട്ട് സൂക്ഷിക്കുന്ന അതാണ്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങൾ ഞാൻ പലപ്പോഴും മറിച്ച് നോക്കിയപ്പോഴാണ് 2-3 നോട്ട്ബുക്കുകൾ കാണാൻ ഇടയായത്. അതൊരു പക്ഷേ അച്ഛൻ്റെ പഠനകാലത്തിന് ശേഷം എഴുതിയ കുറേ നോട്ട്ബുക്കുകൾ. അതിനകത്ത് കഥയുണ്ടായിരുന്നു, കവിതയുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഈ പബ്ലിക്കേഷനെക്കുറിച്ച് നമുക്കതിൻ്റെ ധാരണയില്ല. ഇപ്പോഴും അതിൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ മനോഹരമായിട്ട് കവിത എഴുതിയ നല്ല കവിതകൾ, ആ കാലഘട്ടത്തിൻ്റെ രീതിയിലുള്ള കവിതകൾ അത് ഞാൻ കാണാനിടയായി. ഒരു പക്ഷേ അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ പിന്നീട് ആ രംഗത്തേക്കൊന്നും പോയില്ല. ആ കുറേ കഥകളും കവിതകളും ഇപ്പോഴും ഞാൻ ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ടത്. അത് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള പദ്ധതികൾ പോലും ഉണ്ടോ? അല്ല, അത് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ പറ്റുന്ന കഥകളല്ല. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എഴുതിയ കഥകളായിരിക്കും, അന്നത്തെ കോളേജ് ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പോഴത് ഒരു പ്രസക്തമല്ലത്. പക്ഷേ എങ്കിലും അത് ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പശ്ചാത്തലം മാത്രമല്ല. വീട്ടിലല്ലാതെ സാഹിത്യമോ രാഷ്ട്രീയമോ സംസാരിക്കാത്തൊരു വീടാണ് എൻ്റേത്. അത്തരം ചർച്ചകളൊന്നും നടക്കാറില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു പശ്ചാത്തലം എനിക്കില്ല സത്യത്തിൽ. പക്ഷെ ഞാൻ എഴുതാനൊരു കാരണം വെച്ചാൽ ഞാൻ ഈ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അന്ന് എന്നെ പഠിപ്പിച്ച അധ്യാപകരാണ് വൈനിക്കുറുപ്പ് സാറ്, തിരുവനന്തപുരം കർണാടക സാറ്. അതുപോലെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയൊരു പരമ്പരയുടെ അപ്പോൾ അവരിൽ നിന്നാണ് ഞാൻ പിന്നെ ഈ 2-3 ലൈബ്രറികൾ, ഈ പബ്ലിക് ലൈബ്രറിയും പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറി, അന്ന് MLA ഹോസ്റ്റലിൽ ഇവിടുത്തെ ലൈബ്രറി അങ്ങനെ വരാറില്ല. പക്ഷേ ആ ലൈബ്രറികളും ഒക്കെ എൻ്റെ ഒരു വായനയെ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട. ഞാൻ ദണ്ഡമൊക്കെ കാണാൻ പഠിച്ചില്ല പ്രീഡിഗ്രിക്ക്, ആവശ്യമുള്ളതൊക്കെ അന്നത്തെ കാലഘട്ടം. വിജയമ്മൻ നമ്മുടെ അത് ഞാൻ കാണാൻ പഠിക്കാറില്ല. ഞാൻ അങ്ങനെ വായനയിലേക്ക് വന്ന സമയം പിന്നെ എഴുതാനൊന്നും എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. ഞാൻ എഴുതിയ ആദ്യകാലത്തെ കുറേ കഥകൾ, കവിതകളും ഒക്കെ തന്നെ രവി സാറിനൊക്കെ അറിയാം. ഞങ്ങളെ സ്വകാര്യ സംഭാഷണത്തിൽ പാടുമെന്നുള്ളതല്ലാതെ ഞാൻ പബ്ലിഷ് ചെയ്യാനൊന്നും പോയിട്ടില്ല. പക്ഷെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അനിലാണ് യഥാർത്ഥം ഇങ്ങനെ പബ്ലിഷ് ചെയ്യണമെന്ന് എന്നോട് പറയുന്നത്. ശ്രീകുമാർ എന്ന് പറയുന്ന മംഗളത്തിൻ്റെ ഇപ്പോഴത്തെ സീനിയർ എഡിറ്റർ ശ്രീകുമാറാണ് നമുക്കൊരു കോളം ചെയ്യാമെന്ന്. പണ്ട് ഞാൻ ലേഖനം എഴുതിയപ്പോൾ കോളം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത്ര അപകടകരമായ കാര്യമാണ് കോളം ചെയ്യുന്നത് എനിക്കറിയില്ല. ഇത് വല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. നിയമസഭാ ലൈബ്രറിയിലെ ആളുകളൊക്കെ വിട്ടിട്ടുണ്ട്. ഈ നിയമസഭാ ലൈബ്രറി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ പുസ്തകം. കാരണം പലതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നത് ഞാൻ ഇവിടെ നിന്നാണ്. പിന്നെ എൻ്റെ വേണാട്ടിലെ യാത്രയിലാണ് ഞാൻ എൻ്റെ ഫ്രെയിം വർക്കൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ഇവിടെ വന്നിരുന്ന് എഴുതുക. അങ്ങനെ ആണ് സത്യത്തിൻ്റെ പിന്നാലെ ലാസ്റ്റ് ഒരു ടെൻഷനാണ്. ഒരാഴ്ച രാത്രി കൊടുക്കണം ഈ സാധനം. പക്ഷേ പലപ്പോഴും വ്യാഴാഴ്ച രാവിലെ അവർ സ്പേസ് ഇട്ടിരിക്കുകയാണ്. എങ്കിലും അതുകൊണ്ട് എനിക്കൊരു ഗുണം കിട്ടി. ഞാൻ കുറേ അപ്ഡേറ്റ് ആകാൻ ശ്രമിച്ചു. കാരണം അല്ലെങ്കിൽ സ്വാഭാവികമായും കയ്യിലുള്ള സ്റ്റോക്കൊക്കെ വെച്ചുള്ള പ്രസംഗമൊക്കെ നടത്തുവാൻ. പക്ഷേ ഇവിടെ അതൊരു പ്രത്യേകത വന്നത്. അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ ജീവിതമാണ് സത്യത്തിൽ ഒരു എഴുത്തിൻ്റെ വഴിയിലേക്ക് എത്തിക്കാൻ കഴിയും. പിന്നെ എനിക്ക് എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എഴുതി തുടങ്ങിയപ്പോൾ ആൾക്കാർ പറഞ്ഞു കൊള്ളാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അത് ഒരു സ്പിരിറ്റായി സത്യത്തിൽ. ഞാൻ നിങ്ങളെപ്പോലുള്ള എഴുത്തുകാരെ ആരാധിക്കുന്ന ഒരാളെന്ന് മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ കാക്കനാടിനെ കാണാൻ കള്ളവണ്ടി കയറി ഞാൻ കൊല്ലത്ത് പോയിട്ടുണ്ട്, മലയാള നാട്ടിൽ. അന്നെനിക്ക് കോളേജ് പഠിക്കുന്ന കാലത്ത്. അന്നെനിക്ക് സിനിമാ നടന്മാരെക്കാട്ടി താല്പര്യം കോളേജ് ക്യാമ്പസിൽ അന്ന് എഴുത്തുകാരെക്കുറിച്ചാണ്. കാക്കനാടനും
ഒബിജിൻ്റെ എമ്മുകുന്നതിൻ്റെ ഒരു കാലഘട്ടം. ആ ക്യാമ്പസുകൾ അങ്ങനെ ഇന്നത്തെ ക്യാമ്പസ് എനിക്കറിയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. പക്ഷേ അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഞങ്ങൾ സാറിനെ പോലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഒരു സൗഹൃദം ഞങ്ങൾ 16 വർഷക്കാലം ഒരുമിച്ച് ഒരേ വീട്ടിൽ ഒരേ കട്ടിലെ കിടന്ന് തുടങ്ങിയ ആൾക്കാരാണ്. അപ്പം ഞങ്ങളുടെ ചർച്ചകളിലും ഈ പറഞ്ഞ പോലെ വേറെ ഒന്നും കടന്നു വരാറില്ല. അന്ന് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് ഈ സാഹിത്യത്തിൻ്റെ ചർച്ചകളായിരുന്നു. ആ ഒരു അനുഭവം വളരെ പ്രധാനപ്പെട്ട. അതെ, ഞാൻ വഴിതെറ്റി വന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞു, യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദ ജോബ് എന്നോട് പറഞ്ഞതാണ്. സത്യത്തിൽ അന്ന് നിൽക്കേണ്ട ഇലക്ഷൻ നിൽക്കരുതെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ വേറെ സാഹിത്യക്കാർ ഇലക്ഷൻ നിന്ന്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ വരികയില്ല. പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പോഴും അതെ, ഇപ്പോഴും അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പറയാറുണ്ട്, എനിക്ക് അടുത്ത വർഷം അധ്യാപകനായിട്ട് അടുത്ത ജന്മതി എനിക്കാവുള്ളൂ, ഞാൻ രാഷ്ട്രീയക്കാരനായിട്ട് ജനിക്കണം ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാറില്ല. ഇത് മോശമായ ഒരു ജോലിയായിട്ടല്ല, പക്ഷേ ഞാൻ അതിനെ പറ്റിയ ഒരാളല്ല എന്ന് പലപ്പോഴും എനിക്ക് തന്നെ ബോധ്യപ്പെട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിനെ തുടർന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചില കാര്യങ്ങൾ വിധി ഇങ്ങനെയൊക്കെ എത്തിക്കുന്നതാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറുടെയോ പോലും തിരക്ക് നമുക്കറിയാം. ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു MLA ചീഫ് വിപ്പായിട്ട് ഇരിക്കുന്ന ഒരാൾ സിനിമകളെപ്പറ്റി വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്നു, പുസ്തകങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. തകഴിയെപ്പറ്റി മാത്രമല്ല, ഇങ്ങേയറ്റത്ത് GR ഇന്ദുഗോപൻ എഴുതിയ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന പുസ്തകത്തിനെ പറ്റിയിട്ട് ഒരു വലിയ ലേഖനം എഴുതിയിരിക്കുന്നു. എവിടുന്ന് കിട്ടുന്നു ഇതിനുള്ള സമയം? ഈ സമയം എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്? ഈ സമയത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഏറ്റവും ഒരു അപകടം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കണ്ടാൽ സംസാരിച്ച് അവിടെ അങ്ങ് ഇരുന്ന് പോകും. വേറെ എല്ലാം ഞാൻ മറക്കുന്നു പോകും. വേറെ ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും അങ്ങനെ സംസാരിക്കാറില്ല. പക്ഷേ സുഹൃത്തുക്കളോട് ഞാൻ അങ്ങനെ സംസാരിച്ചിരുന്നു ഒരാളാണ്. പക്ഷേ സമയം എന്ന് പറയുന്ന സത്യത്തെ നമ്മൾ രൂപപ്പെടുത്തുന്നതാണ്. എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് ബോധ്യപ്പെടുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. രണ്ട്, ഞാൻ ചില പക്ഷേ രാഷ്ട്രീയത്തിൽ വന്ന ശേഷം അല്ലെങ്കിൽ പൊതുരംഗത്ത് ഇറങ്ങുമ്പോഴേ ഞാനല്ലാതെ ആയി പോകുന്നു പലപ്പോഴും ഞാൻ സംശയിക്കുന്നുണ്ട്. ഒരുപാട് അകലങ്ങൾ ഞാൻ പലപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് സംശയിക്കുമ്പോഴൊക്കെ ഈ അകലങ്ങൾ ഇല്ലാതാക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ളത് വായനയാണ്. വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞാൻ അകലങ്ങളിൽ നിന്ന് വീണ്ടും പഴയ പോലെ തന്നെ ആയിത്തീരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ ഒന്ന് റീചാർജ് ചെയ്യുന്നൊരു ഘടകമാണ് യഥാർത്ഥത്തിൽ വായന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ പുസ്തകങ്ങൾ ഞാൻ ആർത്തിയോടെ എടുത്ത് പലപ്പോഴും വായിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സുഹൃത്തുക്കളായ ഒരുപാട് ആളുകളുണ്ട്. പുതിയ പുസ്തകങ്ങൾ വരുമ്പോഴും പുതിയ കഥ വന്നാലും ഉടനെ ഞാൻ വിളിച്ചു പറയുന്ന വേറെ റോഡിൻ്റെ കാര്യമൊന്നുമല്ല, ഒരു പുതിയ കഥയുണ്ട് വായിച്ച് നോക്കണമെന്ന് പറയുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ബന്ധം യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോഴത്തെ കീപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് വായിക്കാൻ ഇപ്പോഴും ഒരു ആവേശമുള്ളത്. മാത്രമല്ല കേട്ടോ, എനിക്ക് വലിയ ലൈബ്രറി തന്നെയുണ്ട്. ഒരുപാട് പണം ഞാൻ പുസ്തകത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടൊരാളാണ്. രാത്രി ഞാൻ വളരെ ലേറ്റായിട്ടാണേലും എത്ര തിരക്കാണെങ്കിലും രാത്രി ഞാൻ എൻ്റെ ആ മുറിയിൽ മാത്രം അധികം പേരെ കയറ്റാറില്ല. കാരണം വെച്ചാൽ അത് ഞാൻ വളരെ കൃത്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. വിപിൻ ചന്ദ്രൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാൽ കാണും ഇത്ര മനോഹരമായി ഈ ഒരു ലൈബ്രറിയും കേരളത്തിലില്ല. സ്വകാര്യ ലൈബ്രറി അദ്ദേഹത്തിൻ്റെ എന്തൊരു അസാധാരണമായ ഒരുപാട് പുസ്തകങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ പുസ്തകങ്ങൾ ഏറ്റവും മനോഹരമായി അടുക്കി വെക്കാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണത്. ഞാനത് കണ്ട് അത്ഭുതപ്പെട്ടു. അങ്ങനെ ആക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ വീടിൻ്റെ പശ്ചാത്തലം അതല്ലാത്തതുകൊണ്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് വായന ഞാൻ ഒരിക്കലും വിടാത്തൊരു കാര്യമാണ്. ഇവിടെ പറഞ്ഞതുപോലെ അതൊരു ലഹരിയാണ് സത്യത്തിൽ പണ്ട് തൊട്ടേത്. സിനിമ കഴിച്ചോ? സിനിമയും കാണും, ഇടയ്ക്ക് മാത്രം പോയി കാണും. അത് സത്യത്തിൽ സിനിമ കാണാത്തതിൻ്റെ കാരണം എൻ്റെ നാട്ടിലെ സിനിമ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ പൈസ വാങ്ങിക്കുകയില്ല. ഈ തിയേറ്ററുകളിലെല്ലാം ഈ ഉടമസ്ഥന്മാരെല്ലാം എന്നെ അറിയാവുന്നവരായതുകൊണ്ട് പലപ്പോഴും എപ്പോഴും ഫ്രീ ആയിട്ടങ്ങനെ ചെന്ന് സിനിമ കാണുന്നത്. അതുകൊണ്ട് ആ കാഴ്ച നടക്കാറില്ല. അല്ലാതുള്ള പടങ്ങൾ പിന്നെ കാണുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സിനിമ അങ്ങനെ അധികം കാണാറില്ല. വളരെ സെലക്റ്റീവായിട്ടുള്ള പടങ്ങളൊക്കെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മാത്രം പോയി കാണും. സിനിമ നടനെന്നുള്ള നിലയിലുള്ള അനുഭവം സിനിമയിൽ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ചങ്ങനാശ്ശേരിയിൽ എൻ്റെ സുഹൃത്തുക്കളെടുത്തൊരു സിനിമയ്ക്കകത്ത് അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഈ അഭിനയത്തെക്കുറിച്ചൊന്നൊരു ധാരണ ഞാൻ പറഞ്ഞു, ഞാനതിന് പറ്റിയ ഒരാളല്ല എന്ന് പറഞ്ഞു. അവരങ്ങ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഞാനൊരു പടത്തിനകത്ത് കയറി അഭിനയിച്ചതാണ്. പക്ഷെ അത് തുടരാനെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. അത് ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് MK മുനീറാണ്, ഡോക്ടർ MK മുനീർ. എന്തായിരുന്നു ആ ഒരു തെരഞ്ഞെടുപ്പിന് കാരണം? മുനീർ സാറും എൻ്റെ അദ്ദേഹത്തിൻ്റെ ഫാദർ എൻ്റെ ഫാദറുമായിട്ട് വലിയ ആത്മബന്ധം. ഞാൻ നിയമസഭ വന്ന ശേഷം ഏറ്റവും കൂടുതൽ എന്നോട് വളരെയേറെ സ്നേഹം കാണിക്കുന്ന ഒരാളായിരുന്നു MK മുനീർ സാർ. പിന്നെ MK മുനീർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനപ്പുറത്ത് അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനും നന്നായി വായിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് അദ്ദേഹത്തിൻ്റെയാണ് ഇവിടെ ഒരു പുസ്തകശാല തന്നെയുണ്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ട്. അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒലിവ്. അപ്പം അതുകൊണ്ട് തന്നെ ആരെക്കൊണ്ട് ഇതിനെ അവതാരീകരിക്കണമെന്ന് ഓർത്തിയ രാഷ്ട്രീയക്കാരൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഈ സാമാജികൻ സാക്ഷി കാണുന്നത് മുഴുവൻ. ഞാൻ സെക്രട്ടേറിയറ്റ് കയറി കാണുന്നതും കുറേ ഫയലുകളുടെ പുറകെ പോയതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ഞാൻ കണ്ട കുറേ കാഴ്ചകളാണ്. അത് യഥാർത്ഥത്തിൽ എന്നേക്കാൾ കൂടുതൽ ദീർഘമായി കണ്ട ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ഇതിനെ അവതാരിക്കാൻ പറ്റിയ ഏറ്റവും പറ്റിയ ഒരാൾ രാഷ്ട്രീയക്കാരനായ എഴുത്തുകാരനാണെന്ന് ഞാൻ ധരിച്ചു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ചത്.
അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഭാഷ നേരത്തെ വിനുചേട്ടൻ സൂചിപ്പിക്കുകയും ചെയ്തു. ഒരു കേരള കോൺഗ്രസ് MLA പറയാത്ത രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ വളരെ കടുത്ത രീതിയിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി MLA പറയേണ്ടുന്ന അല്ലെങ്കിൽ പറയുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ അതിനകത്തുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കാഡ്ബറി എന്ന കുത്തക എന്നൊക്കെ ഒരു കേരള കോൺഗ്രസ് MLA എഴുതുക എന്ന് പറഞ്ഞാൽ അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള എന്താണ് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ അതിനകത്തുണ്ട് താനും, എന്നാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബാലൻസിങ്ങിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നിലപാടിനെ കുറിച്ചിട്ട് ഒന്ന് വ്യക്തമാക്കാം. ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു സർഗാത്മക പ്രവർത്തനമാകണം. നമ്മളെന്തിനും കൂടുതൽ വിധേയത്വം ഉണ്ടാകുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ബാലൻസിനെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ ആരോട് കൂടുതൽ വിധേയപ്പെട്ടിട്ടില്ല. എൻ്റെ നിലപാടുകൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഏത് നിലപാടിനോടും എക്കാലത്ത് ഞാൻ യോജിച്ച് പോയിട്ടുള്ളൂ. വിയോജിക്കാറുണ്ട്, അത് ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും ആരുടെ മുമ്പിലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എൻ്റെ നിലപാടുകൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് അത് പറഞ്ഞ് ശരിയാണെന്ന് പറഞ്ഞു ഞാനൊരു പക്ഷേ അവിടെ മൗനം പാലിക്കാറുണ്ട്. അത് സത്യമാണ്. അത് രാഷ്ട്രീയത്തിലെ ഒരു കാപട്യമാണെന്ന് എനിക്കറിയാം. തെറ്റാണെന്ന് കാണുന്ന ചില കാര്യങ്ങളോട് മൗനം പാലിച്ചുകൊണ്ട് അതിൽ നിന്ന് ഞാൻ അങ്ങ് വഴുതി മാറും. പക്ഷേ ആരെങ്കിലും സ്വകാര്യ സംഭാഷണത്തിൽ ആ സുഹൃത്തുക്കളോട് ഞാൻ പറയാം കാണിച്ച് ശരിയല്ല എന്ന് പറയും. അങ്ങനെ പറയാറുണ്ട്. അത് എൻ്റെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. പക്ഷേ എഴുത്തിൻ്റെ വഴിയിൽ ഞാൻ ആ സത്യസന്ധത പുലർത്തിയില്ലെങ്കിൽ ഇത് ഞാൻ ഇന്ന് നാളെ ആരെങ്കിലും ഇത് വായിച്ചു നോക്കുമ്പോൾ ഞാൻ എന്തായിരുന്നു എന്നൊരു പക്ഷേ എന്നെ തിരിച്ചറിയാതെ പോകും. ആ തിരിച്ചറിവ് ഒരിക്കലും ഉണ്ടാകരുന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. അത് വളരെ വ്യക്തമായി പുസ്തകത്തിൻ്റെ തലക്കെട്ടിൽ തന്നെ വയലാറിൻ്റെ ആ വരികൾ നമുക്ക് കാണാം. സ്നേഹിക്കയില്ല ഞാൻ നോവുമാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന വരി ആ കവറിൽ തന്നെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് സാറിൻ്റെ രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് അറിയുന്നു. ഒരുപാട് നാട്ടുകാരുമൊക്കെ വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ചോദിക്കാനുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സമയം തീരുകയാണ്. അതുകൊണ്ട് സാറിനോട് സംസാരിക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് അവർക്ക് കൈമാറിയാൽ സന്തോഷം. സാറിന് പലപ്പോഴും ഇത് ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സാറിനെ പോലെ തന്നെ എനിക്കും ടെൻഷനുണ്ട്. കാരണം സാർ ഇത് എഴുതി കഴിഞ്ഞാൽ ഒരു ആദ്യ വായനയ്ക്ക് എൻ്റെ അടുക്കിലേക്ക് ഇത് എത്തിക്കാൻ ഞാൻ പറയാവുന്ന കാര്യമാണ്. ഇത് അയച്ചു തരാറുണ്ടോ, ഓൺലൈൻ അയച്ചു തരാറുണ്ട്, ചിലപ്പോൾ പ്രസ്സിൽ നിന്നായിരിക്കും അയച്ചു തരുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ സാർ എന്തിനാണ് അങ്ങനെ ആദ്യം എടുക്കുന്നത്? സാറിനെ പോലെ ഒരാൾ തിരുത്താനുള്ള ആളൊന്നും അല്ലല്ലോ ഞാൻ. പക്ഷേ എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു പാതിരാകുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ സാറിന് വരാറുണ്ട്. അങ്ങനെ എന്തിനാണ് സാർ ഈ ആവശ്യമില്ലാതെ ടെൻഷൻ എടുക്കുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അദ്ദേഹം ഒരു മലയാള അധ്യാപകനും എഴുത്തുകാരനും തിരക്കഥാകൃത്തും ഒക്കെയാണ് അദ്ദേഹം. എവിടെ ആർക്കും തെറ്റ് സംഭവിക്കുക തെറ്റിയിട്ടുണ്ട്. സാറിൻ്റെ ഒരുപാട് ആ ലേഖനങ്ങളിൽ പലതിൻ്റെയും ഘടനാപരമായി തിരുത്തിയതിൽ രവി സാറിൻ്റെ വലിയൊരു പങ്കാളിത്തമുണ്ട്. കാരണം മലയാള അധ്യാപകൻ കാണുന്ന ഒരു തെറ്റ് ഒരു പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ സാറിനെ കാണിച്ചിട്ടാണ് പുസ്തകങ്ങൾ പുറത്തോട്ട് വിടാറുള്ളത്. ഇതുകൊണ്ട് ഒറിജിനൽ സാധനം പുറത്തു വിടുന്നതിന് മുമ്പ് ഞാൻ സാറിനെ കാണിക്കാറുണ്ട്. ആ ഒരു സ്നേഹമാണ്, ഒരു വ്യക്തിപരമായ സ്നേഹത്തിൻ്റെ പുറത്താണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. സത്യത്തിൽ എല്ലാവരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും സാർ ഉൾപ്പെടെയുള്ള ആളുകൾ, എൻ്റെ പ്രിയപ്പെട്ട VP ഉൾപ്പെടെ, നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ കുടുംബാംഗങ്ങൾ, നിയമസഭയിലെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ നിയമസഭാംഗങ്ങളുടെ ഈ സ്റ്റാഫംഗങ്ങളുമായിട്ടുള്ള വ്യക്തിപരമായൊരു ബന്ധമൊക്കെ നിങ്ങളുടെ സാന്നിധ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. സമയക്കുറവുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരോടും എനിക്ക് അവരോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാനുമായിട്ട് അങ്ങനെ നന്ദിയുടെ 2 വാക്കുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതിനപ്പുറത്തുള്ള ഒരു ആത്മബന്ധമാണ് യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരുമായിട്ട് എനിക്കുള്ളത്. പ്രിയപ്പെട്ട അനിലിനോടും എൻ്റെ സ്റ്റാഫംഗങ്ങൾ, ഒരുപാട് ആളുകൾ, പ്രിയപ്പെട്ട എല്ലാവരോടുമുള്ള സ്നേഹം ഒരിക്കൽ കൂടി ഞാൻ പങ്കുവെച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.